ന്യൂനപക്ഷങ്ങൾക്കെതിരെയും അവരുടെ ആശയങ്ങളെ എതിർക്കുന്നവരെയും അവരുടെ ആശയങ്ങൾക്ക് എതിർനിലപാട് സ്വീകരിക്കുന്നവരെയും ഒതുക്കാനും അടിച്ചമർത്താൻ എപ്പോഴും സംഘപരിവാർ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വസ്ത്രമാണ്, മറ്റൊന്ന് ഭക്ഷണമാണ്. വസ്ത്രം അത് വലിയ ചർച്ചയായി കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ, ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഹിജാബ്, ബുർക്ക എന്നിവ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ബുർക്ക ധരിക്കാനും ഹിജാബ് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷം സമരം തുടങ്ങിയിട്ടും കാലം ഏറെയായി. പലപ്പോഴും ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വരാറുണ്ട്. കീഴ്ക്കോടതികൾ പലപ്പോഴും സംഘപരിവാറിന് അനുകൂലമായി സംഘപരിവാർ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വിധികൾ ഒക്കെ പുറപ്പെടുവിക്കാറുമുണ്ട്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് ന്യൂനപക്ഷത്തിന് അനുകൂലമായി, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് അനുകൂലമായി ഒരു വിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഹിജാബ് നിരോധിച്ച് സ്വകാര്യ കോളേജ്, നടപടി ശരിവെച്ച ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി എന്ന്. ഏറെ ആശ്വാസം നൽകുന്ന വിധിയാണ്. അത് മുസ്ലിം ന്യൂനപക്ഷത്തിന് മാത്രമല്ല, മതേതര ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന, മതേതര മനസ്സുള്ളവരെ കൂടി ആഹ്ലാദിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം വസ്ത്രം ധരിക്കുക എന്നത് അവരവരുടെ അവകാശമാണ്. അതിൽ മറ്റൊരു ഇടപെടൽ, മറ്റു മതത്തിന്റെ ഇടപെടൽ, മറ്റൊരു ആശയത്തിന്റെ ഇടപെടൽ പാടില്ല. ഭക്ഷണം കഴിക്കുക എന്നത് ഒരു പൗരന്റെ അവകാശമാണ്. എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അതിലിടപെടുന്നത് അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന നിലപാട് എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് മതേതര വിശ്വാസികൾ, പുരോഗമനവാദികൾ ഒക്കെ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഈ വിധി മുസ്ലിം ന്യൂനപക്ഷത്തിനോടൊപ്പം മതേതര മനസ്സുള്ളവർക്കും സന്തോഷം നൽകുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹിജാബ് നിരോധിച്ച് സ്വകാര്യ കോളേജ്, നടപടി ശരിവെച്ച ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി എന്നാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. എല്ലാ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് ചെറുതും വലുതുമായ വാർത്ത വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് വാർത്തയിൽ ഈ വിഷയം ഇത്രമാത്രം ഇടം നേടാനും കാരണം. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വകാര്യ കോളേജിലെ ഹിജാബ് നിരോധനം ശരിവെച്ച മുംബൈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. മുംബൈയിലെ NG ആചാര്യ DK മറാഠെ കോളേജിലെ വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജിയിലാണ് വിധി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, സഞ്ജയ് കുമാർ എന്നിവരുൾപ്പെട്ട രണ്ടംഗ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ ഹിജാബ്, ബുർക്ക, തൊപ്പി, ഷാൾ, ബാഡ്ജ് തുടങ്ങിയവ ധരിക്കരുതെന്ന കോളേജ് നിർദ്ദേശം മുംബൈ ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇതിനെ തുടർന്ന് കോളേജിലെ 9 വിദ്യാർത്ഥിനികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. വാദം കേട്ട സുപ്രീം കോടതി ക്യാമ്പസിനകത്ത് ഹിജാബ്, തൊപ്പി, ബാഡ്ജുകൾ ധരിക്കാമെന്ന് ഉത്തരവിട്ടു. എന്നാൽ വിധി ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇത് പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. എന്നാൽ വിധി ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞു എന്നത്. എപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ തളയ്ക്കണമെങ്കിൽ, അത് തടയണമെങ്കിൽ ന്യൂനപക്ഷവും വർഗീയ വാദം പൂർണ്ണമായും ഉപേക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിധി ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഹിന്ദു വർഗീയത ശക്തിപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് മുസ്ലിം വർഗീയതയും ശക്തിപ്പെടുന്നുണ്ട്. മുസ്ലിം വർഗീയത ശക്തിപ്പെടുന്നതും ഹിന്ദു വർഗീയത ശക്തിപ്പെടുന്നതും രണ്ടും രാജ്യത്തിന് ആപത്താണ്. ഒന്നിനോട് ചേർന്നാണ് വളരുന്നത് എന്നത് മറ്റൊരു കാര്യം. അങ്ങനെ ഒന്ന് വളരാതിരിക്കാൻ, ഹിന്ദു വർഗീയത വളരാതിരിക്കാൻ മുസ്ലിം വർഗീയതയും വളരുന്നത് തടയണം. അത്തരം ചിന്തകൾ ന്യൂനപക്ഷങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. അവർ മതേതര വാദം ഉയർത്തിപ്പിടിക്കുന്നവരൊപ്പം ചേരുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഹിന്ദു വർഗീയതയെ തടയാൻ കഴിയുള്ളൂ. ഹിന്ദു വർഗീയതയെ തടയാൻ മുസ്ലിം വർഗീയത രംഗത്തിറങ്ങുന്നത് ഹിന്ദു വർഗീയതയെ ശക്തിപ്പെടുത്തും എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹിന്ദു സമുദായത്തിൽ നിന്ന് തന്നെ, ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ വർഗീയതക്കെതിരായ പ്രചാരണം നടക്കണം, പ്രതിരോധം ഉയരണം. ആ പ്രതിരോധം ഉയരുന്നത് ആണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അത്തരമൊരു പ്രതിരോധം ഉയർന്ന ഘട്ടത്തിൽ ഒക്കെ ഹിന്ദു വർഗീയവാദികൾ പറയുന്നത് നോക്കൂ, അവർ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ മതേതര മനസ്സുള്ളവർ, മതേതരവാദികളുടെ വാക്കുകൾ അല്ലെങ്കിൽ അവർക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന മനസ്സുള്ളവർ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ വിധി ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന്. അതിനുശേഷം കോടതി വീണ്ടും പറയുകയാണ്,
കോളേജിന് വേണ്ടി മുതിർന്ന അഭിഭാഷക മാധവി ദിവാൻ ഹാജരായി. ഹർജിക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഹിജാബ്, ബുർക്ക തുടങ്ങിയവ ധരിക്കാൻ കോളേജിൽ അനുമതി നൽകിയാൽ മറ്റു വിദ്യാർത്ഥികൾ കാവി ഷാൾ ധരിച്ച് ക്യാമ്പസിലെത്തുമെന്നും ഇത് രാഷ്ട്രീയപരമായി മാറുമെന്നും അത്തരത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ലെന്നും മാധവി ദിവാൻ പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികൾ പൊട്ടോ കുറിയോ തൊടുന്നത് നിങ്ങൾ തടയുമോ എന്ന് സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചു എന്നതാണ് വാർത്ത. എന്നാൽ വിദ്യാർത്ഥികൾ പൊട്ടോ കുറിയോ തൊടുന്നത് നിങ്ങൾ തടയുമോ എന്ന് സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചു. പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർ ധരിക്കട്ടെ. ഇതാണ് ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർ ധരിക്കട്ടെ. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒരു നിരോധനത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നത് ദൗർഭാഗ്യകരമാണെന്ന് ജസ്റ്റിസ് സഞ്ജയ് കുമാർ പറഞ്ഞു. ഇതാണ് ഈ വിധിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർ ധരിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ ധരിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ. അവർ നന്നായി വളരട്ടെ. നിങ്ങൾ എന്തിനാണ് അവരുടെ മേൽ ഇത്തരം നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? ഇന്ന വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ, ഇന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന എന്തിനെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു? അവർ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ആഘോഷത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അത് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തോട് മാത്രമല്ല, എല്ലാ മതത്തോടുമാണ്, എല്ലാ മത മൗലികവാദികളോടുമാണ് പറയുന്നത്. അവർ ആ കുട്ടികൾ, ചെറുപ്പക്കാർ, അവർ എങ്ങനെയെങ്കിലും വളരെ സുന്ദരമായി സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. നിങ്ങൾ അവരുടെ മേൽ ഇത്തരം നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞു വെക്കുന്നു സുപ്രീം കോടതി. പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർ ധരിക്കട്ടെ. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒരു നിരോധനത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നത് ദൗർഭാഗ്യകരമാണ് എന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ മതം അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് അഭിഭാഷക വാദിച്ചു. എന്നാൽ പേരുകളിൽ കൂടി മതം മനസ്സിലാകില്ലേ എന്ന് ചോദിച്ച സുപ്രീം കോടതി ഇത്തരത്തിലുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നും പറഞ്ഞു. വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ സുപ്രധാനമായ വിധിയാണ്. ബുർക്കയും ഹിജാബും ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ കർണാടകയിൽ ഇതേക്കുറിച്ചുള്ള വിവാദമുണ്ടായിരുന്നു. അതൊരു സംഘർഷത്തിലേക്ക്, ഒരു കലാപത്തിലേക്ക് പോലും നീങ്ങുമെന്ന ആശങ്കയുണ്ടായിരുന്നു. അവിടെ പോലീസിന്റെയും ഒക്കെ സംയോജിതമായ ഇടപെടൽ, ആ സ്ഥലങ്ങളിൽ പുരോഗമന ശക്തികൾക്ക് നല്ല സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് മംഗലാപുരം ഭാഗങ്ങളിലൊക്കെ അവിടെയൊക്കെ അത്തരം ഇടപെടൽ ശക്തിപ്പെടുത്തുകയും പോലീസിന്റെയും നിയമപാലകരുടെയും നല്ല ശ്രദ്ധ ഉണ്ടാകുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയം കൂടിയാണ് ഇത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്നത് എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വളരാൻ, ഭക്ഷണം കഴിക്കാൻ, വസ്ത്രം ധരിക്കാൻ, സഞ്ചരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വകവെച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള പോംവഴി. അത് തടയാൻ ശ്രമിച്ചാൽ, അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിച്ചാൽ ഏത് ഭാഗത്തായാലും, അത് ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും അത് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ രണ്ട് മതത്തിലെയും മത മൗലികവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് ആ മതത്തിൽ നിന്ന് തന്നെ ആളുകൾ ഉയർന്നു വരിക, പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രമാണ് സുഖമായി സന്തോഷത്തോടെ നമ്മുടെ മണ്ണിൽ ജീവിക്കാൻ കഴിയുക എന്നതിൻ്റെ അർത്ഥം.